കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എക്സാമിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ടീഷണൽ സെൻറ്റൻസുകൾ പഠിക്കുന്നതെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. അതിൻ്റെ സ്ട്രക്ചർ മാത്രം ഓർത്ത് വെച്ചാലും മതി. ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് വെർബിൽ എസ് അല്ലെങ്കിൽ ES ചേർക്കാം. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൽ, മേ, ക്യാൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൽ, മേ, ക്യാൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2. വെർബിൻ്റെ രണ്ടാമത്തെ രൂപം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കാം. ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് മെയിൻ ക്ലോസിലും പാസ്റ്റ് ഫോം ആണെന്ന് വിചാരിക്കും. എന്നാൽ ഓർക്കാനുള്ള എളുപ്പത്തിന് മോഡൽ ഓക്സിലറിക്ക് ശേഷം ബേസ് ഫോം ആണ് വരിക എന്ന് ഓർത്താൽ മതി. തേർഡ് കണ്ടീഷണൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇവിടെ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും V3 ആണ് ഉപയോഗിക്കുക. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3യും മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3യും. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ദേ പ്ലേ വെൽ ദേ വിൽ വിൻ ദ ഗെയിം. ഇഫ് ദേ പ്ലേ വെൽ ദേ വിൽ വിൻ ദ ഗെയിം. ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് ദേ, V1 പ്ലേ. ഇവിടെ ദേ ആയതുകൊണ്ടാണ് പ്ലേ എന്ന് എഴുതിയത്. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ദേ വിൽ വിൻ ദ ഗെയിം. ഇത് തന്നെ നമ്മൾ സെക്കൻഡ് ക്ലോസിലേക്ക് മാറ്റിയാൽ ഇഫ് ദേ പ്ലേഡ് വെൽ ദേ വുഡ് വിൻ ദ ഗെയിം. ഇഫ് ദേ പ്ലേഡ് വെൽ ദേ വുഡ് വിൻ ദ ഗെയിം. ഇഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് V2. പ്ലേഡ് സെക്കൻഡ് ഫോം ആണ് പ്ലേഡ്. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1. വുഡ് വിൻ ദ ഗെയിം. ഇതേ സെൻറ്റൻസ് നമ്മൾ തേർഡ് കണ്ടീഷണലിലേക്ക് മാറ്റിയാൽ ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ ഗെയിം. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ ഗെയിം. ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. പ്ലേ എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ദേ വുഡ് ഹാവ് വൺ ദ ഗെയിം. സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. വിൻ, വൺ, വൺ ദ ഗെയിം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇഫ് യു ആർ നോട്ട് സിൻസിയർ യു വിൽ ബി ഡിസ്മിസ്ഡ്. ഇഫ് യു ആർ നോട്ട് സിൻസിയർ യു വിൽ ബി ഡിസ്മിസ്ഡ്. ഇത് ഫസ്റ്റ് കണ്ടീഷണലാണ്. ഇതിനെ സെക്കൻഡ് കണ്ടീഷണലിലേക്ക് മാറ്റുമ്പോൾ ആറിന് പകരം നമ്മൾ വേറെ എഴുതും. ഇഫ് യു വർ നോട്ട് സിൻസിയർ യു വുഡ് ബി ഡിസ്മിസ്ഡ്. വുഡ് പ്ലസ് V1. വുഡ് ബി ഡിസ്മിസ്ഡ്. ഇനി ഇതേ സെൻറ്റൻസിനെ നമ്മൾ തേർഡ് കണ്ടീഷനിലേക്ക് മാറ്റുമ്പോൾ ഇഫ് യു ഹാഡ് നോട്ട് ബീൻ സിൻസിയർ യു വുഡ് ഹാവ് ബീൻ ഡിസ്മിസ്ഡ്. ഇഫ് യു ഹാഡ് നോട്ട് ബീൻ സിൻസിയർ യു വുഡ് ഹാവ് ബീൻ ഡിസ്മിസ്ഡ്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ഇഫ് ഐ ഹാവ് ഇനഫ് ടൈം ഐ ഷാൽ ഗോ ദർ. ഇഫ് ഐ ഹാവ് ഇനഫ് ടൈം ഐ ഷാൽ ഗോ ദർ. ഇത് ഫസ്റ്റ് കണ്ടീഷണലാണല്ലേ. ഇതിന് സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്. ഇഫ് ഐ ഹാഡ് ഇനഫ് ടൈം ഐ ഷാലിന് പകരം ഷുഡ്. V1 ആയതുകൊണ്ട് ഐ ഷുഡ് ഗോ ദർ. ഇഫ് ഐ ഹാഡ് ഇനഫ് ടൈം ഐ ഷുഡ് ഗോ ദർ. ഇനി ഇതിനെ തേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് ഹാഡിൻ്റെ V3 ഹാഡ് തന്നെ അല്ലേ. ഇഫ് ഐ ഹാഡ് ഹാഡ് ഇനഫ് ടൈം ഐ ഷുഡ് ഹാവ്
ഗോൺ ദർ. ഗോ എന്ന വെർബിൻ്റെ തേർഡ് ഫോം ഗോൺ എന്നുള്ളതാണ്. ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. ഇഫ് ഐ ഹാഡ് ഇനഫ് ടൈം ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. അതായത് പ്രസൻറ്റിൽ ആം, ഈസ്, ആർ ഇതിൻ്റെ പാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ വാസ്, വെർ. തേർഡ് ഫോമിൽ ബീൻ. ഡു, ഡസ് സെക്കൻഡിലേക്ക് മാറുമ്പോൾ ഡിഡ്. തേർഡ് ഫോമിലേക്ക് ഡൺ. ഹാസ്, ഹാവ് സെക്കൻഡ് ഫോമിലേക്ക് ഹാഡ്. തേർഡ് ഫോമിലേക്ക് ഹാഡ് തന്നെ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇഫ് ക്ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമല്ല ക്വസ്റ്റ്യൻസ് വരാറ്. ഒന്നില്ലെങ്കിൽ ഇഫ് ക്ലോസ് തന്നിട്ട് മെയിൻ ക്ലോസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് തന്നിട്ട് ഇഫ് ക്ലോസ് എഴുതാൻ പറയും. അപ്പോൾ സ്ട്രക്ചർ നന്നായി പഠിച്ചിരുന്നാൽ മാത്രമാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്ത് നോക്കാം. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ ഡാഷ് ദ ഗെയിം. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ ഡാഷ് ദ ഗെയിം. വിൽ വിൻ, വിൽ വൺ, വുഡ് ഹാവ് വൺ. ഇത് ഏത് കണ്ടീഷണലിലാണ്? ഫസ്റ്റ് കണ്ടീഷണലിലാണല്ലേ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ, പ്രാക്ടീസ് എന്നുള്ളത് V1 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണലിൽ വില്ല് പ്ലസ് V1 ആണ് വരിക. വിൽ വിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഐ സ്റ്റഡീഡ് വിത്ത് കോൺഫിഡൻസ് ഐ ഡാഷ് ദ എക്സാം. ഇഫ് ഐ സ്റ്റഡീഡ് വിത്ത് കോൺഫിഡൻസ് ഐ ഡാഷ് ദ എക്സാം. വുഡ് ഹാവ് പാസ്ഡ്, വുഡ് ഹാവ് ബീൻ പാസിംഗ്, വിൽ ഹാവ്, വുഡ് പാസ്. ഈ ഓപ്ഷനിൽ ബി എന്ന ഓപ്ഷൻ എന്തായാലും വരില്ല അല്ലേ. നമ്മൾ ING പറയുന്ന ഒരു കാര്യം തേർഡ് കണ്ടീഷണലിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇതേത് കണ്ടീഷണലിലാണ്? ഇഫ് ഐ സ്റ്റഡീഡ്. ഇവിടെ ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്. ഇഫ് ഐ സ്റ്റഡീഡ് സബ്ജക്റ്റ് പ്ലസ് V2 സെക്കൻഡ് കണ്ടീഷണലാണ് അല്ലേ. അപ്പോൾ ഉത്തരം വുഡ് പാസ്. വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. തേർഡ് ക്വസ്റ്റ്യൻ. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. വിൽ ഹാവ്, വിൽ ബി, വുഡ് ഹാവ്, വുഡ്. ഇവിടെ ശ്രദ്ധിച്ചോ, മുൻപ് നമ്മൾ പറഞ്ഞ 2 ക്വസ്റ്റ്യനിലും ഇഫ് ക്ലോസ് ആണ് ആദ്യം വന്നത്. ഇവിടെ മെയിൻ ക്ലോസ് ആണ് ആദ്യം തന്നത്. ഇതെങ്ങനെ വേണമെങ്കിലും ആകാട്ടോ. ഇഫ് ക്ലോസിൽ ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 തേർഡ് കണ്ടീഷണലാണല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് വുഡ് ഹാവ് സക്സീഡഡ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു എക്സാമിന് പോകുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ച് എന്തെല്ലാമാണോ അറിഞ്ഞിരിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇഫ് ക്ലോസ് തന്നെ ആദ്യം തരണം എന്നില്ല. മെയിൻ ക്ലോസ് തന്നിട്ട് അതിന് ശേഷം ഇഫ് ക്ലോസ് തരാം. ഏത് രീതിയിൽ വന്നാലും സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കണ്ടീഷണൽ ക്ലോസിൻ്റെ 3 സ്ട്രക്ചറും നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.